മിസ്സലേനിയസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദി ഗിവൺ കർവ്സ് ആൻഡ് ഗിവൺ ലൈൻസ്. അതായത് അവർ ഒരു കർവിൻ്റെ ഇക്വേഷനും ലൈൻസിൻ്റെ ഇക്വേഷനും തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ, എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 2 ആൻഡ് എക്സ് ആക്സിസ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഫിഗർ ഒന്ന് സ്കെച്ച് ചെയ്യണം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു പരാബോള ആയിരിക്കും. പിന്നീട് എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 2. അപ്പോൾ അത് ഈ പോർഷൻ്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എക്സ് ആക്സിസും ചേർന്ന് വരുന്ന ഈ ഒരു റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ നമ്മൾ ഒരു ചെറിയ സ്ട്രിപ്പ് എടുക്കുന്നു, ഡി എക്സ് എന്നുള്ള. അപ്പോൾ എങ്ങനെ എഴുതുന്ന ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 y ഡി എക്സ്. വൈ എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളൊരു കർവല്ലേ. അപ്പോൾ വൈക്ക് എക്സ് സ്ക്വയർ എന്ന് കൊടുക്കുക, എക്സ് സ്ക്വയർ ഡി എക്സ്. എക്സ് സ്ക്വയർ ഡി എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ബൈ 3 ലിമിറ്റ് 1 to 2. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 8/3 മൈനസ് 1/3 ഈക്വൽ ടു 7/3. ക്വസ്റ്റ്യൻ നമ്പർ 2, y ഈക്വൽ ടു എക്സ് റേസ് ടു 4, എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 5 ആൻഡ് എക്സ് ആക്സിസ്. y ഈക്വൽ ടു എക്സ് റേസ് ടു 4 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ആ ഫോമിൽ എഴുതാം നമുക്ക്. അപ്പോൾ അതും എന്തായിരിക്കും, ഒരു പരാബോള ഇത്തിരി വലുതായിട്ട് വരച്ചാൽ മതി. അത് എക്സ് ഈക്വൽ ടു 1ഉം എക്സ് ഈക്വൽ ടു 5ഉം. അപ്പോൾ ഈ പോർഷൻ്റെ ഏരിയ. അപ്പോൾ നമ്മളിവിടെ എക്സ് ആക്സിൽ ഒരു സ്ട്രിപ്പ് വരയ്ക്കുന്നു. അപ്പോൾ ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 5 y ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 5 y ഈക്വൽ ടു എക്സ് സ്ക്വയർ, എക്സ് റേസ് ടു 4 ആണ്. അപ്പോൾ എക്സ് റേസ് ടു 4 ഡി എക്സ്. അതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 5/5 ലിമിറ്റ് 1 to 5. അപ്പോൾ 5 റേസ് ടു 5/5 മൈനസ് 1/5. ഇതൊരു 5 ക്യാൻസൽ. അപ്പോൾ 5 റേസ് ടു 4 മൈനസ് 1/5. 1/5 എന്ന് പറയുമ്പോൾ 0.2. ആൻസർ 648.88. Sketch the graph of y equal to modulus x plus 3 and evaluate integral minus 6 to 0 modulus x plus 3 dx. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് y ഈക്വൽ ടു മോഡുലസ് എക്സ് പ്ലസ് 3യുടെ ഗ്രാഫ് സ്കെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെയല്ലേ വരുന്നത്. അത് എക്സ് ആക്സ് വൈ ആക്സിസും ഒരു വി ഷേപ്പ്. അതുപോലെ ഇവിടെ 0 വരുന്ന പോയിന്റ് എവിടെയാണെന്ന് നോക്കണം. വൈയുടെ വാല്യൂ 0 വരുന്ന പോയിന്റ് എവിടെയാണെന്ന് നോക്കാൻ എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. എക്സ് ഈക്വൽ ടു -3. അപ്പോൾ എക്സ് -3 വരുന്നതായിരിക്കും വൈയുടെ വാല്യൂ 0 വരുന്നത്. അപ്പോൾ ഗ്രാഫ് താണ്ട ഈ രീതിയിലാണ് വരുന്നത്. ഇനി അവർ ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് കൊടുത്തിരിക്കുക. നമുക്കറിയാം -3 എക്സ് ലെസ് ദാൻ -3 ആണെങ്കിൽ മോഡുലസ് എക്സ് പ്ലസ് 3യുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എക്സ് പ്ലസ് 3യും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3 ആണെങ്കിൽ വൈയുടെ വാല്യൂ എക്സ് പ്ലസ് 3 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം, ഒരു സ്പ്ലിറ്റിംഗ് പോയിന്റ് വരുന്നുണ്ട്. -6 to 3യും -3 to 0യും. അപ്പോൾ എങ്ങനെ എഴുതും, മോഡുലസ് എക്സ് പ്ലസ് 3 ഡി എക്സ്, അതായത് ഇൻ്റഗ്രൽ -6 to 0 മോഡുലസ് എക്സ് പ്ലസ് 3 ഡി എക്സിന് ഇൻ്റഗ്രൽ -6 to -3 മൈനസ് ഓഫ് എക്സ് പ്ലസ് 3 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ -3 to 0 എക്സ് പ്ലസ് 3 ഡി എക്സ്. ഇത് ഓരോ ടേം സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. മൈനസിങ് കോമൺ ആയിട്ട് ഞാൻ പുറത്തെടുത്തു. എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 3x, പിന്നെ ലിമിറ്റ് -6 to -3 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 3x -3 to 0. ഇവിടെ ഓരോന്നിൻ്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആ രീതിയിൽ അപ്ലൈ ചെയ്യുക. -3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9/2 പ്ലസ് 3 ഇൻറ്റു -3 -9 മൈനസ് ലോവർ ലിമിറ്റ് 36/2 പ്ലസ് 3 ഇൻറ്റു -6 -18. ഇവിടെ ഫസ്റ്റ് 0 കൊടുക്കുമ്പോൾ രണ്ട് ടേമിൽ എക്സ് ഉള്ളത് കൊണ്ട് അപ്പർ ലിമിറ്റ് 0 ആവും. മൈനസ് ലോവർ ലിമിറ്റ് 9/2 മൈനസ് 9 എന്ന് വരും. സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 9. Find the area bounded by the curve y equal to sin x between x equal to 0 and x equal to 2π. അതായത് നമ്മൾ ആദ്യം സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അത് ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം, സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഒക്കെ. ഇപ്പോൾ സൈൻ എക്സിൻ്റെ ഗ്രാഫ് അത് ഇങ്ങനെയാണ് വരുന്നത്. അതിൽ എക്സ് 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കുള്ള ഈ കർവിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് ഇതിന് 4 പാർട്ട് നമ്മൾ സിമെട്രി ചെക്ക് ചെയ്യത്തില്ല, അതേപോലെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഈ ഒരു പോർഷൻ തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്, ഇതും ഇതും. അപ്പോൾ 4 സെയിം ആയിട്ടുള്ള സിമെട്രി ആയിട്ടുള്ള 4 എണ്ണം വരുന്നത്. അപ്പോൾ 0 to π/2 വരെയുള്ള ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്താൽ മതി. അപ്പോൾ ഏരിയ എങ്ങനെ എഴുതുന്നത്, ഏരിയ ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2 y ഡി എക്സ്. വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്.
ഈക്വൽ ടു 4 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ എക്സ് ഡി എക്സ്. സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ മൈനസ് കോസ് എക്സ്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. കോസ് പൈ ബൈ 2 0 ആണ്, കോസ് 0 1 ആണ്. ആൻസർ 4 ഇൻറ്റു 1 4. ഇനി ഈ ചാപ്റ്ററിൽ തന്നെ എക്സാമിലൊക്കെ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസൊക്കെയാണിത് ചെയ്ത് പഠിക്കാനായിട്ട്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എൻക്ലോസ്ഡ് ബൈ എക്സ് ആക്സിസ് ദ ലൈൻ എക്സ് ഈക്വൽ ടു √3y ആൻഡ് ദ കർവ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. Second question, find the area of the region bounded by y square equal to 9x, x equal to 2, x equal to 4 and the x axis in the first quadrant.